ജന്മാവകാശ പൗരത്വ കേസിൻ്റെ വിചാരണയിൽ പ്രസിഡന്റ് ട്രംപും സുപ്രീം കോടതിയിലെത്തി. ആ വിചാരണ കേട്ടു. അതിന് കുറേ ഭാഗം കേട്ടതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഒരു സിറ്റിംഗ് പ്രസിഡന്റ് ഇതാദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ വാദം കേൾക്കാനെത്തുന്നത്. ഈ പ്രസിഡന്റ് എക്സിക്യൂട്ടീവിൻ്റെ മേധാവിയാണ്. സുപ്രീം കോടതി ആവട്ടെ ജുഡീഷ്യറിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കൊഴയരുത്. അതുമാത്രമല്ല ഈ പ്രസിഡൻറ്റിൻ്റെ അല്ലെ എക്സിക്യൂട്ടീവിൻ്റെ ഒരു സ്വാധീനം ജുഡീഷ്യറിയുടെ വിധിയിലുണ്ടാവരുത് എന്നൊക്കെ കരുതിയായിരിക്കാം ഇപ്പോൾ തമ്മിൽ ഒരു അകലം പാലിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഇതുവരെയുള്ള പാരമ്പര്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഈ വിചാരണ കാണാനായിട്ട് എത്തിയത്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം പ്രസിഡന്റ് ഈ 27ാമത്തെ പ്രസിഡൻ്റായിരുന്ന ഹോവാർഡ് ടാഫ്റ്റ് 1909-13 ആ കാലഘട്ടത്തിൽ തിയഡോർ റൂസ്വെൽറ്റിന് ശേഷമുള്ള അടുത്ത പ്രസിഡന്റ്. അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം റീഇലക്ഷന് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിയഡോർ റൂസ്വെൽറ്റ് 3ാം തവണയും മത്സരിച്ചു. അപ്പോൾ ഒരു ത്രികോണ മത്സരം വന്നു. ത്രികോണ മത്സരം വന്നപ്പോൾ ടാഫ്റ്റും തിയഡോർ റൂസ്വെൽറ്റും വുഡ്രോ വിൽസനാണ്. അപ്പം വുഡ്രോ വിൽസൺ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഈ വുഡ്രോ വിൽസൺ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചരിത്രം ഒന്ന് ചകഞ്ഞ് പഠിക്കുന്നത് അല്പസ്വല്പമൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിനുശേഷം 1921 ആയപ്പോഴത്തേക്ക് ഈ ടാഫ്റ്റിനെ അന്നത്തെ പ്രസിഡന്റ് വാറൻ ഹാർഡിങ് അദ്ദേഹത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു. അപ്പോൾ അങ്ങനെ പ്രസിഡന്റ് സ്ഥാനവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനവും ഒരേ ഒരാളെ വഹിച്ചിട്ടുള്ളൂ, ഈ ഹോവാർഡ് ടാഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 9 വർഷത്തോളം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 1930 അനാരോഗ്യം കാരണം റിട്ടയർ ചെയ്ത് പിറ്റേ മാസം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചരിത്രങ്ങൾ ഇതല്ലാതെ പ്രസിഡന്റുമാരും സുപ്രീം കോടതിയും തമ്മിൽ നേരിട്ടൊരു ബന്ധം ഉള്ളതായിട്ട് മറ്റ് ചരിത്രങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും അതിനൊരു മാറ്റമാണ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മാവകാശ പൗരത്വത്തിൻ്റെ കേസിൽ ശക്തമായ വിചാരണ നടന്നു. അപ്പോൾ ജസ്റ്റിസുമാരും ഒരു സന്ദേഹത്തിലാണ്. കാരണം ഇതുവരെ കരുതിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇതാണ് ശരിയെന്ന് കരുതിയിരുന്ന ആ കാര്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റിസുമാർ പലരും ഇന്നലെ വരെ ചിന്തിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ അവരിപ്പോൾ പുതുതായിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരും സന്ദേഹാവസ്ഥയിലാണ് ഈ കേസിനെ നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അവരും ഒട്ടേറെ സംശയങ്ങളാണ് ഇരുഭാഗത്തെയും അറ്റോർണിമാരോട് ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരു ചോദ്യം ജസ്റ്റിസ് ഗോർസച്ച് അദ്ദേഹം ചോദിച്ചത് ഈ സോളിസിറ്റർ ജനറൽ സോവർ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ നേറ്റീവ് അമേരിക്കൻസ് അവർക്ക് ജന്മാവകാശ പൗരത്വമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ ഭരണഘടനാ ഭേദഗതി വെച്ച് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് പൗരത്വമില്ല. നേരെ മറിച്ച് അവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമം 1924 പാസ്സാക്കിയുണ്ടായി. അവിടെ അമേരിക്കയിൽ എവിടെ ആയാലും നേറ്റീവ് അമേരിക്കൻസിന് അവർക്ക് പൗരത്വമുണ്ട്, അമേരിക്കയിൽ പൗരത്വമുണ്ട് എന്നുള്ള നിയമം 1924 വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ 1968 14ാം ഭേദഗതി അനുസരിച്ച് അവർക്ക് പൗരത്വമില്ല എന്നാണ് പറഞ്ഞത്. അതായത് പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്വന്തമായ രാജ്യവും റിസർവേഷനും അവർക്ക് സ്വന്തമായ ഭരണഘടനയും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ വേറൊരു രാജ്യം പോലെയാണ് ഇവിടെ കഴിയുന്ന കാര്യം. അമേരിക്കയിലാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും അവർക്ക് സ്വന്തം സംവിധാനങ്ങൾ, സ്വന്തം രാജ്യം, റിസർവേഷൻ, സ്വന്തം ഇതുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ US-ൻ്റെ പൗരന്മാരല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു വിധി 1854 വരികയും ചെയ്തതാണ്. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു 50 വർഷത്തോളം അവർക്ക് അമേരിക്കയിലെ പൗരത്വം, ശരിക്കുള്ള അമേരിക്കക്കാർ അവരാണെങ്കിൽ കൂടി അവർക്ക് അമേരിക്കയിൽ പൗരത്വമില്ല. ഒടുവിൽ 1924 അവർക്കൂടെ പൗരത്വം, എവിടെ ജനിച്ചാലും അവിടെ US-ൻ്റെ കൂടെ പൗരന്മാരാണെന്നുള്ള നിയമം വരുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രം ഒരു അല്പം കൂടെ പറഞ്ഞേക്കാം. ഏതായാലും ഈ 1857 ഈ ഡ്രഡ് സ്കോട്ട് വിധിയിൽ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് പൗരത്വത്തിന് അവകാശമില്ലാന്ന് സുപ്രീം കോടതി വിധിച്ചു. അത് മറികടക്കാനാണ് 1868 ഈ 14ാം ഭേദഗതി വരുന്നത്. അമേരിക്കയിൽ ജനിച്ച ആരും അമേരിക്കൻ പൗരന്മാരായിരിക്കും എന്ന് തീരുമാനം വന്നു. എന്നിട്ട് അതിനുശേഷമാണ് ഈ 1884 വേറൊരു വിധി വന്നു. ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് അവർ അമേരിക്കൻ പൗരന്മാരല്ല. കാരണം അവർക്ക് സ്വന്തമായ സംവിധാനവും സ്വന്തമായ രാജ്യവും സ്വന്തമായ പൗരത്വമൊക്കെ വേറെ ഉണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സബ്ജക്റ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ദെയർ ഓഫ്, അമേരിക്കയുടെ ജൂറിസ്ഡിക്ഷനിൽ അവർ വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പൗരത്വമില്ല എന്ന വിധി വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് 19 വർഷം കഴിഞ്ഞാണ്
ഈ 1924 പുതിയ നിയമം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പിന്നെ വോങ് കിങ് ആർക്കിൻ്റെ കേസ് വന്നു 1898. അതായത് പിന്നെ അയാളുടെ മാതാപിതാക്കൾ ചൈനക്കാരാണ്, അവരിവിടെ ലീഗലായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് അയാളുണ്ടായി. ഈ വോങ് കിങ് ആർക്ക് ഇവിടെ അമേരിക്കയിൽ ജനിച്ചു. അതിനുശേഷം ചൈനയിൽ പോയി തിരിച്ചു വരുമ്പോൾ അയാൾക്ക് പിന്നെ പൗരത്വം ഇല്ലയെന്ന് പറഞ്ഞ് ഇവിടെ പ്രവേശിക്കാനായിട്ട് അനുമതി നിഷേധിക്കാൻ പറ്റുകയോ ചെയ്തു. അതിനെതിരെ അയാൾ കോടതി കയറി, സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതി പറഞ്ഞു അയാൾ ഇവിടെ ജനിച്ചതാണ്, അതുകൊണ്ട് ഇവിടുത്തെ പൗരനാണെന്ന് അസന്നിഗ്ധമായിട്ട് വിധിക്കുകയും ചെയ്തു. അപ്പോൾ ആ വിധിയാണ് ഇതുവരെ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അത് മറികടക്കാനായിട്ട് ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻകാരുടെ പൗരത്വം ഒഴിവാക്കാനായിട്ടൊരു ശ്രമം നടന്നു. അത് വിജയിച്ചില്ല. പിന്നീട് പൗരത്വത്തിന് 54 53 മറ്റു നിയമം പിന്നെ അത് കൂടുതൽ ഇതെല്ലാം ക്രോഡീകരിച്ച് കൃത്യമായിട്ട് പൗരത്വം ആർക്കൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ട് നിർവചിക്കുകയുണ്ടായി. ഈ 65 ഈ ലിൻഡൻ ബി ജോൺസനാണ് എല്ലാവർക്കും പൗരത്വം, എല്ലാ പിന്നെ ആരെയും ഒഴിവാക്കേണ്ടതില്ല, ഏത് രാജ്യത്തു നിന്ന് വന്നാലും പൗരത്വം എന്നുള്ള ആ നിയമം പാസ്സാക്കി ഒപ്പുവെച്ചത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇവിടെ പൗരന്മാരായി മാറുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ഇവിടെ പൗരത്വം കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ലായിരുന്നതിനും. എങ്ങനെയായാലും ഇപ്പോൾ ഈ സബ്ജക്റ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ദെയർ ഓഫ് ആ ഒരൊറ്റ വാചകത്തിൽ ആ ഒരൊറ്റ ഫ്രേസ് ആ ഒരു അതിൽ പിടിച്ചാണ് ഈ ട്രംപ് ഭരണകൂടം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ അന്നത്തെ കാലത്ത് ഈ 14ാം ഭേദഗതി ഉണ്ടായത് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയായിരുന്നു. അന്ന് ഇല്ലീഗൽ അമേരിക്കൻസ് ഇല്ലായിരുന്നു, ഇല്ലീഗലായിട്ട് ആരും ഇല്ലായിരുന്നു. H1 വിസയിൽ വരുന്നവരില്ലായിരുന്നു, അല്ലെ ജോബ് വിസയിൽ വരുന്നവരില്ലായിരുന്നു, ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയ ഒരു അമെൻമെൻറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ബാധകമാണോ എന്നാണ് ചോദ്യം ഇരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഈ മറ്റൊരു റിപ്പോർട്ട് കണ്ടത് ഈ എതിർഭാഗം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ 14ാം ഭേദഗതി വരുന്നതിന് മുമ്പ് ന്യൂയോർക്കിൽ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇവിടെ ജനിച്ച ഒരു കുട്ടിയുടെ പൗരത്വത്തെ പറ്റിയുള്ള ചോദ്യം. അപ്പോൾ അത് ഇവിടെ ജനിച്ചതുകൊണ്ട് ആ കുട്ടി ഇവിടുത്തെ പൗരനാണെന്ന് ന്യൂയോർക്കിലെ ഒരു കോടതി ഈ 14ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിധിച്ച ആ വിധി എതിർഭാഗം ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബ്രിട്ടീഷ് കോമൺ ലോ അനുസരിച്ച് ജന്മാവകാശമാണ് പൗരത്വം. നമ്മൾ എവിടെ ജനിക്കുന്നോ അവിടെയാണ് നമ്മൾ പൗരന്മാരായിരിക്കുന്നത്. ആ ഒരു നിയമം, ആ ഒരു കോമൺ ലോ ആണ് പിന്തുടർന്ന് വന്നിരുന്നത്. അതനുസരിച്ച് അമേരിക്കയിലും എവിടെ ജനിച്ചോ, ഇവിടെ ജനിച്ചതാണെങ്കിൽ ഇവിടെ പൗരൻ എന്നുള്ളതാണ് ആ കോമൺ ലോ ആണ് പിന്തുടർന്നിരുന്നത് എന്നാണ് ഈ എതിർഭാഗം ഈ ACLU അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ, അവരാണ് ഈ ട്രംപ് വേഴ്സസ് ബാർബറ എന്നുള്ള ഈ കേസിലെ എതിർകക്ഷി അല്ല വാദികൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ന്യൂ ഹാംഷെയറിൽ നിന്നുള്ള ഒരു പറ്റം മാതാപിതാക്കളും അവർക്ക് അവരുടെ ഗർഭിണികളായ സ്ത്രീകളും ഒക്കെയാണ് ഇതിനെ വാദിഭാഗമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ജസ്റ്റിസുമാർ ഇതുവരെ എങ്ങോട്ടാണ് അവരുടെ മനസ്സെങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമല്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും ഒരു നിയന്ത്രണം. ഇപ്പം ബർത്ത് ടൂറിസം, ചൈനയിൽ നിന്നും മറ്റുമൊക്കെ ഗർഭിണികളായിട്ടുള്ളവർ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് പ്രസവിക്കാനും, അങ്ങനെ അവരുടെ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടാനും. കുട്ടിക്ക് പൗരത്വം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മറവിൽ മാതാപിതാക്കൾക്ക് ഇവിടെ താമസിക്കാം. കാരണം കുട്ടിയെ തിരിച്ചയച്ചാൽ കുട്ടിക്ക് പ്രശ്നങ്ങളാവും, അല്ലെ കുട്ടിയെ ഇവിടെ വിട്ടിട്ട് പോയാൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഇല്ലാതാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതേസമയം തന്നെ ACLU ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി അമേരിക്കയിൽ ഒരു കുട്ടിയെ ആരോ അമേരിക്കൻ മണ്ണിൽ കൊണ്ടുപോയി, അനാഥനായിട്ടൊരു കുട്ടി അമേരിക്കൻ മണ്ണിൽ നിന്ന് കണ്ടെത്തുന്നു. ആ കുട്ടിക്ക് മാതാപിതാക്കളില്ല, ആ കുട്ടി എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അപ്പോൾ ആ കുട്ടി അമേരിക്കൻ പൗരനായിരിക്കുമോ അല്ലയോ എന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ ആ കുട്ടി തീർച്ചയായിട്ടും അമേരിക്കൻ പൗരനായിരിക്കും. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയില്ല, ആരാണ് ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്ന് അറിഞ്ഞുകൂടെ. എങ്കിലും ഇവിടെ ഉണ്ടായ കുട്ടി, ഇവിടെ കണ്ടെത്തിയ കുട്ടി എന്ന നിലയിൽ ആ കുട്ടി ഇവിടുത്തെ പൗരനായിരിക്കും. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുണ്ട് എന്നതിൻ്റെ പേരിൽ കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കാമോ എന്നാണ് ഒരു ചോദ്യം വന്നത്. അപ്പോൾ ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളും മറ്റുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ജസ്റ്റിസുമാർ ഏത് രീതിയിൽ വിധി പറയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിധി വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവ്, ട്രംപിൻ്റെ ഉത്തരവനുസരിച്ച് കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷം ജനിക്കുന്ന കുട്ടികൾക്കാണ് പൗരത്വം നിഷേധിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടി അതിനു മുമ്പ് ജനിച്ച കുട്ടികൾ അവർക്കൊക്കെ അവരുടെ പൗരത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ അവരുടെ രേഖകളും മറ്റും ചോദിക്കാനും അവർക്കൊക്കെ തലവേദന സൃഷ്ടിക്കാനും ഒക്കെ കഴിയും.
ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ ജന്മാവകാശ പൗരത്വം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാം കൊണ്ടും നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതിലൊരു തീരുമാനം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല താനും.